ഒരു ഗ്രാമത്തിലെ രാമു എന്ന പാവപ്പെട്ട കർഷകന്റെ കഥയാണിത്. ഒരു ദിവസം രാമു കാളകളെ ഉപയോഗിച്ചു സ്വന്തം പാടം കിളക്കുകയായിരുന്നു. ഒന്ന് വേഗത്തിൽ നടക്കുക കാളകളെ, ഇന്ന് വൈകുന്നേരത്തിന് മുമ്പ് ഈ വയലിൽ ഉഴുതു തീർക്കണം, ഇല്ലെങ്കിൽ നാളെ എനിക്ക് വിത്ത് നടാൻ കഴിയില്ല. വേഗം വേഗം നടക്കാം അങ്ങോട്ട്. ഈ സമയം ഗ്രാമതലവനും അയാളുടെ സഹായിയായ മനീഷും അവിടേക്ക് വന്നു. രാമു, ഇന്ന് നീ എന്റെ വയൽ ആദ്യം ഉഴുതതാ. നിന്റെ പാടം പിന്നെ ഉഴുതാൽ മതി. എനിക്ക് നാളെ ഒരു അത്യാവശ്യ കാര്യത്തിന് ടൗണിൽ പോകാനുള്ളതാ. അതുകൊണ്ട് ആദ്യം എന്റെ വയൽ ഉഴുതതാ. പക്ഷേ മുതലാളി, എന്റെ പാടം ഉഴുതു പകുതിയായി. ഞാൻ സത്യമായി നാളെ നിങ്ങളുടെ പാടം ഉഴുതു തരാം. നിന്റെ സത്യം നിന്റെ കയ്യിൽ വച്ചാ മതി. എന്നോട് നീ തർക്കിക്കാൻ വരുന്നോ? ആദ്യം നീ പോയി എന്റെ കയ്യിൽ നിന്നും മേടിച്ച പണം കൊണ്ടുവാ, ഇല്ലെങ്കിൽ നീ ശിക്ഷ അനുഭവിക്കാൻ തയ്യാറായിക്കോ. എന്നോട് ക്ഷമിക്കണം മുതലാളി, എനിക്ക് തെറ്റുപറ്റിപ്പോയി. ഞാൻ ആദ്യം നിങ്ങളുടെ പാടം ഉഴുതു തരാം, പക്ഷേ കടം വീട്ടാൻ എനിക്ക് കുറച്ചുകൂടി സമയം വേണം. ശരി ശരി, നീ ആദ്യം എന്റെ പാടം ഉഴുതു തീർക്ക്, എന്നിട്ട് വൈകുന്നേരം കൂലി പഠിക്കാൻ എന്റെ വീട്ടിലേക്ക് വാ. ഇതും പറഞ്ഞ് ഗ്രാമത്തലവനും മനീഷും തിരിച്ചുപോയി. രാമു തന്റെ പാടം ഉപേക്ഷിച്ച് ഗ്രാമത്തലവന്റെ പാടത്തേക്ക് പോയി പണിയെല്ലാം ചെയ്യുന്നു. ശേഷം ക്ഷീണിതനായ രാമു ഒരു മരച്ചുവട്ടിലിരുന്ന് ആലോചിക്കാൻ തുടങ്ങി. ഈശ്വര, ഇനി ഈ മുതലാളിയുടെ പാടത്തെ ഉഴുവ് മുഴുവൻ തീർത്തില്ലെങ്കിൽ അയാൾ എന്നെ കൊല്ലും. എന്തായാലും മുഴുവൻ തീർത്തേ പറ്റൂ. ഈ സമയം രാമുവിന്റെ മകൻ അവിടേക്ക് ഓടി വന്നു. അച്ഛാ അച്ഛാ, ഒരു സന്തോഷ വാർത്തയുണ്ട്. നമ്മുടെ വീട്ടിലെ ആട് 2 കുഞ്ഞുങ്ങൾക്ക് ജന്മം നൽകി. 2 പേരും നല്ല സുന്ദരന്മാരാണ്. ഈശ്വര, എത്ര കാലത്തിന് ശേഷമാണ് നല്ലൊരു വാർത്ത കേൾക്കുന്നത്. എനിക്ക് ഒരുപാട് സന്തോഷമായി. ഈശ്വരൻ ഞങ്ങളെ പോലുള്ള പാവങ്ങളെ എങ്ങനെ അനുഗ്രഹിക്കണേ. ഞാൻ അവർക്കൊരു പേരിട്ടിട്ടുണ്ട് അച്ഛാ, പാറു, ചിന്നു. വളരെ നല്ല പേരാണ്. എന്റെ മോനെ പോലെ തന്നെയുണ്ട്. അച്ഛനൊന്ന് വേഗം വാ. ചിന്നുവും പാറുവും അച്ഛനെ കാത്തു നിൽക്കുകയാണ്. ഞാൻ അവരോട് വേഗം വരാമെന്ന് പറഞ്ഞാണ് ഇങ്ങോട്ടേക്ക് വന്നത്. എനിക്കിപ്പോൾ വരാൻ കഴിയില്ല മോനെ, നീ വീട്ടിലേക്ക് പോയിക്കോ. മുതലാളിയുടെ ജോലിയൊക്കെ തീർത്തിട്ട് ഞാൻ വൈകുന്നേരം ആവുമ്പോഴേക്കും എത്താം. ഇല്ല അച്ഛാ, ഞാൻ പോകില്ല. അച്ഛനും വരണം. ഈ പണിയൊക്കെ നാളെ ചെയ്യാം. ഇല്ല മോനെ, നീ ഒറ്റയ്ക്ക് പോകൂ. നമ്മുടെ ഈ ജീവിതം ഒരുപാട് കഷ്ടപ്പാട് നിറഞ്ഞതാണ്. ഒരു പാവപ്പെട്ടവന് സ്വന്തം ഇഷ്ടത്തിന് ജീവിക്കാനോ മരിക്കാനോ കഴിയില്ല. നീ പോയിക്കോ, ഞാൻ വൈകുന്നേരം വരാം. ഈ ശരി അച്ഛാ, വേഗം വരണം. ഗ്രാമത്തലവന് രാമുവിന്റെ വീട്ടിലെ ആട് 2 ആട്ടിൻകുട്ടികൾക്ക് ജന്മമെടുത്തിട്ടുണ്ടെന്ന് അറിഞ്ഞു. ആ ആടിനെ എങ്ങനെയെങ്കിലും സ്വന്തമാക്കാനുള്ള മോഹം മനസ്സിൽ വന്നു. വൈകുന്നേരം രാമു ഗ്രാമത്തലവന്റെ വീട്ടിലെത്തി. മുതലാളി, ജോലിയെല്ലാം കഴിഞ്ഞു. ദയവായി ഇന്നത്തെ എന്റെ കൂലി തരൂ. എന്തു കൂലി? അത് നീ വാങ്ങിച്ച കടത്തിന്റെ പലിശയിൽ പോകും. കുറെ കാലമായില്ലേ പലിശ തന്നിട്ട്. അതുകൊണ്ട് നീ ഇന്നത്തെ കൂലി മറന്നേക്ക്. പിന്നെ നാളെയും എന്റെ വയലിൽ തന്നെ പണിയെടുക്കണം. മുതലാളി, എന്താണ് ഈ പറയുന്നത്? എന്നോട് ദയ കാണിക്കണം. ഇന്നത്തെ കൂലിയെങ്കിലും തരണം. വിളവെടുക്കുമ്പോൾ ഞാൻ പലിശ സഹിതം തിരിച്ചു തരാം. അല്ലട രാമു, ഞാനൊരു കാര്യം കേട്ടാലോ. നിന്റെ ആട് 2 കുട്ടികൾക്ക് ജന്മം നൽകിയെന്ന്. എന്നാൽ നീ ഒരു കാര്യം ചെയ്യൂ, നീ ആ ആടിനെയും കുട്ടികളെയും എനിക്ക് തന്നേക്ക്. ഞാൻ നിന്റെ എല്ലാ കടങ്ങളും എഴുതി തള്ളാം. എന്തു പറയുന്നു? അത് പറ്റില്ല മുതലാളി. എന്റെ മകൻ ആ ആടിനെയും കുഞ്ഞുങ്ങളെയും ഒരുപാട് ഇഷ്ടമാണ്. അതുകൊണ്ട് അതിനെ വിൽക്കാൻ എന്തായാലും ആവില്ല. എന്നാൽ ശരി, നീ തിരിച്ചു പോകും. സമയത്തിന് എന്റെ പണം തിരിച്ചു കിട്ടിയില്ലെങ്കിൽ നീ അനുഭവിക്കും. രാമു വിഷമത്തോടെ അവിടെ നിന്ന് വീട്ടിലേക്ക് മടങ്ങി. ഒരുപാട് വൈകിട്ടായിരുന്നു വീട്ടിലെത്തിയത്. രാത്രി ആയതുകൊണ്ട് ഭക്ഷണമൊക്കെ കഴിച്ച് രാമു കിടന്നുറങ്ങി. രാവിലെ ആയതും അച്ഛാ, അമ്മേ, വേഗം ഒന്ന് പുറത്തേക്ക് വാ. നമ്മുടെ ആടിനെയും ആട്ടിൻകുട്ടികളെയും ഒന്നും കാണാനില്ല. ഇതെങ്ങനെ സംഭവിച്ചു? ഞാൻ അതിനെ രാത്രി നന്നായി കെട്ടി വാതിലടച്ചതാണല്ലോ. ആരോ നമ്മുടെ ആടിനെ മോഷ്ടിച്ചു കൊണ്ടുപോയതാണ്. എന്റെ ചിന്നുവിനെയും പാറുവിനെയും ആരാണ് എടുത്തുകൊണ്ടുപോയത്? എനിക്ക് അവരെ വേണം, ഇല്ലെങ്കിൽ ഞാൻ മരിച്ചു പോകും അമ്മേ. നീ വിഷമിക്കണ്ട മോനെ, ഞാൻ അവരെ കണ്ടുപിടിച്ചു കൊണ്ടുവരാം. നീ ഇവിടെ തന്നെ നിന്നോ. അതും പറഞ്ഞ് രാമു ഗ്രാമത്തലവന്റെ വീട്ടിലേക്ക് പോയി. മുതലാളി, എനിക്കറിയാം എന്റെ ആടിനെ നിങ്ങളാണ് എടുത്തതെന്ന്. ദയവായി അതിനെ തിരിച്ചു തരൂ. നീ എന്താണ് ഈ പറയുന്നത്? എന്നെ കണ്ടാൽ ഒരു മോഷ്ടാവിനെ പോലെ തോന്നുന്നുണ്ടോ? ഇത്തരം മോശം കാര്യങ്ങൾ പറഞ്ഞാൽ നിനക്ക് ഈ ഗ്രാമം വിട്ട് പോകേണ്ടി വരും. ഞാൻ ഈ ഗ്രാമത്തിലെ ഗ്രാമത്തലവനാണ്. ഇത്തരം വൃത്തികെട്ട പണി ഞാൻ ചെയ്യില്ല. പോയി കാട്ടിലെങ്ങനെ തെരഞ്ഞു നോക്ക്. ഒരുപക്ഷെ അവിടെ എവിടെങ്കിലും കാണുമായിരിക്കും.
രാമു വിഷമത്തോടെ കാട്ടിലേക്ക് പോകുന്നു. ഈശ്വര, ഇത് അങ്ങയുടെ എന്ത് മായമാണ്. എന്നെ സഹായിക്കണേ, അല്ലെങ്കിൽ എൻ്റെ മോൻ ഭക്ഷണം കഴിക്കാതെ വിശന്നു മരിച്ചു പോകും. പെട്ടെന്ന് തന്നെ ഒരു പരിക്കേറ്റ പക്ഷി രാമുവിന്റെ മുന്നിൽ വീണു. രാമു ആ പക്ഷിയെ എടുക്കാൻ വേണ്ടി അതിന്റെ അടുത്തേക്ക് പോയി. നിൽക്ക് രാമു, എന്നെ ഒരു മരുന്ന് കൊണ്ടും സുഖപ്പെടുത്താനാകില്ല. എനിക്കൊരു ശാപം കിട്ടിയതാണ്. ഒരു സാധു ബാബയാണ് എന്നെ ശപിച്ചത്. അതുകൊണ്ട് എന്നെ രക്ഷിക്കാൻ കഴിയില്ല. എങ്കിൽ ഇതിന് വേറൊരു വഴി കാണുമല്ലോ. നിങ്ങളെങ്ങനെ കഷ്ടപ്പെടുന്നത് കാണാൻ എനിക്കാവുന്നില്ല. ഈ ശാപത്തിൽ നിന്ന് മുക്തനാകാൻ എന്തെങ്കിലും വഴിയുണ്ടെങ്കിൽ പറയൂ. എങ്കിൽ കേട്ടോ, എന്റെ ജീവൻ രക്ഷിക്കണമെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ 2 കണ്ണുകളും എനിക്ക് തരണം. അപ്പോൾ മാത്രമേ ഈ ശാപത്തിൽ നിന്ന് മോക്ഷം കിട്ടൂ. രാമു ഇത് നിന്റെ ആടിന്റെയും കുഞ്ഞിന്റെയും അടുത്തെത്തിക്കും. ഒരുപാട് നന്ദിയുണ്ട് എന്നെ സഹായിച്ചതിൽ. അതും പറഞ്ഞ് ഋഷി പെട്ടെന്ന് അപ്രത്യക്ഷമായി. എന്നാൽ തന്റെ കയ്യിലുള്ള മാന്ത്രിക വടി രാമുവിന്റെ മനീഷിന്റെ അടുത്തേക്ക് എത്തിക്കുന്നു. മനീഷ്, നീയാണല്ലേ എൻ്റെ ആടിനെ മോഷ്ടിച്ചത്. നിന്നെയും ഗ്രാമത്തലവനെയും എനിക്ക് ആദ്യമേ സംശയമുണ്ടായിരുന്നു. ഇനി എന്തായാലും നിങ്ങൾ രക്ഷപ്പെടില്ല. ഞാൻ രാജാവിനോട് പരാതി പറയും. രാമു അതും പറഞ്ഞ് രാജകൊട്ടാരത്തിലേക്ക് പോയി രാജാവിനോട് നടന്ന കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കുന്നു. രാജാവ് ഉടനെ തന്നെ ഗ്രാമത്തലവനെയും മനീഷിനെയും കൊട്ടാരത്തിലേക്ക് വിളിപ്പിക്കുന്നു. ഞാൻ എന്താണ് ഈ കേൾക്കുന്നത്? നിങ്ങൾ ആടുകളെ മോഷ്ടിക്കാനും തുടങ്ങിയോ? ഇല്ല മഹാരാജൻ, ഇത് തീർത്തും തെറ്റാണ്. ഈ രാമു കള്ളം പറയുകയാണ്. വിശ്വസിക്കരുതവനെ. എന്നാലും നമ്മൾക്ക് മനീഷിന്റെ വീട്ടിൽ പോയി ആടുകളുണ്ടോ എന്ന് അന്വേഷിക്കും. ശേഷം രാജാവിന്റെ നിർദ്ദേശപ്രകാരം എല്ലാവരും മനീഷിന്റെ വീട്ടിലെത്തി ആടിനെ കണ്ടു. പക്ഷേ അത് രാമു പറഞ്ഞ നിറത്തിലുള്ള ആടേ അല്ലായിരുന്നു. ഇതല്ല മഹാരാജൻ, ഇത് വേറെ ഏതോ ആടാണ്. എൻ്റെ ആടിന് കറുപ്പ് നിറമാണ്. കുഞ്ഞുങ്ങൾക്ക് തവിട്ടും വെള്ളയും നിറമാണ്. കണ്ടോ മഹാരാജൻ, ഞാൻ പറഞ്ഞില്ലേ ഈ രാമു കള്ളം പറയുകയാണെന്ന്. ദയവായി ഇവൻ പറയുന്നത് വിശ്വസിക്കരുത്. ശരി ശരി, നിറം കൊണ്ട് മാത്രം ശരിയും തെറ്റും തീരുമാനിക്കാനാവില്ല. ഇപ്പൊ രാമവും ഗ്രാമത്തലവനും അങ്ങോട്ടും ഇങ്ങോട്ടും മാറി നിൽക്കൂ. ആടിനെ നടുവിൽ നിർത്തൂ. ഇനി നിങ്ങൾ ആടിനെയും കുട്ടികളെയും വിളിക്കൂ. ആരുടെ വിളി കേട്ടാണ് ആട് പോകുന്നത്, അത് അവരുടെ ആട്. എന്റെ ആടിങ്ങോട്ട് വാ, വേഗം വാ. നല്ല ആടല്ലേ? എന്നാൽ മനീഷിന്റെ എത്ര വിളി കേട്ടിട്ടും ആട് അനങ്ങുന്നില്ലായിരുന്നു. ശേഷം രാജാവ് രാമുവിനോട് വിളിക്കാൻ പറഞ്ഞു. എൻ്റെ പ്രിയപ്പെട്ട ആടെ, വേഗം എൻ്റെ അടുത്തേക്ക് വാ. ഞാനും എൻ്റെ മോനും നിന്നെ കാണാൻ കുതിച്ചു നിൽക്കുകയാണ്. വേഗം വാ. രാമു വിളിച്ചതും ആടും കുഞ്ഞുങ്ങളും ഓടിവന്ന് രാമുവിനെ കെട്ടിപ്പിടിച്ചു. കണ്ടോ ഗ്രാമത്തലവ, ഇതാണ് സത്യത്തിന്റെ ഫലം. നിങ്ങൾ വഞ്ചകനായതുകൊണ്ട് നിങ്ങൾക്ക് എന്തും ചെയ്യാം. പക്ഷേ നിങ്ങൾക്ക് സത്യത്തെ എപ്പോഴും തോൽപ്പിക്കാനാവില്ല. ആരെവിടെ? ഈ ദുഷ്ടനായ ഗ്രാമത്തലവനെയും അവന്റെ സഹായിയായ മനീഷിനെയും 10 വർഷം തടവറയിൽ അടയ്ക്കാൻ ഞാൻ ഉത്തരവിടുന്നു. രാമുവിന്റെ സത്യസന്ധയ്ക്ക് എന്റെ സമ്മാനങ്ങൾ ലഭിക്കുകയും ചെയ്യും.